കഴിഞ്ഞ വർഷം അതായത് 2024 കണക്കുകൾ പ്രകാരം എത്ര അധികം ആളുകൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം? അതും കേരളത്തിൽ 11,000 പേരാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു ആവറേജ് കണക്കുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 പേര് ഒരു ദിവസം നമ്മൾ വിട്ടു പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ഏറ്റവും ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കണക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 11,000 പേരിൽ 82% മെയിൽ കമ്മ്യൂണിറ്റിയാണ്, ആണുങ്ങളാണ് എന്നുള്ളതാണ്, പുരുഷന്മാരാണ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും ഈ പുരുഷന്മാർക്കിടയിൽ അല്ലെങ്കിൽ ഒരു മെയിൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്മാർക്കിടയിൽ ഈ ഒരു ഡാർക്ക് തോട്ട്സ് ഒക്കെ വരാനുള്ള കാരണം. അതുപോലെ തന്നെ ലൈഫിൻ്റെ എക്ടസി കണ്ടെത്താനായിട്ടുള്ള ശ്രമം എവിടെ നിന്നാണ് ഇവർ ഉപേക്ഷിക്കണത്, ലൈഫിൻ്റെ എക്ടസി എങ്ങനെ കണ്ടെത്താനായിട്ട് ഇവർക്ക് പറ്റാതെ പോകണേ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ നേരത്തെ കേട്ട അല്ലെങ്കിൽ നിങ്ങൾ ടൈറ്റിലിൽ കണ്ട തംബ്നെയിലിൽ കണ്ട ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക് തോട്ട്സ് വരുന്നത് ആൻഡ് എങ്ങനെ നമുക്ക് ഈ ഒരു ലൈഫിൻ്റെ എക്ടസി കണ്ടെത്താം എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ പണ്ട് മുതലേ കേട്ട് വരുന്നൊരു കാര്യമാണ് ആണുങ്ങൾ കരയാൻ പാടില്ല എന്നുള്ളൊരു കൾച്ചർ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് എടുക്കുക, നമ്മൾ കുട്ടിക്കാലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ, അല്ലെങ്കിൽ നമ്മളോട് നമ്മളെ പാരൻസ് ആയിക്കോട്ടെ നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഒക്കെ പറയുന്ന ഒരു കാര്യം എന്താ, നമ്മൾ സപ്പോസ് നമ്മൾ ഓടിക്കളിച്ചിട്ട് വീണ് എന്ന് വിചാരിക്കുക, വീണപ്പോൾ കയ്യിലും കാലിലൊക്കെ മുറിഞ്ഞു. അപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് കയ്യിൽ മുറിവും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകുന്ന സമയത്ത് അവർ പറയാൻ നമ്മളുടെ അടുത്ത്, നീ ആണാണ്, നീ കരയാൻ പാടില്ല, ഡോണ്ട് ക്രൈ, ബി എ മാൻ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ അടുത്തേക്ക് ആളുകൾ വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമ്മളുടെ ഉള്ളിൽ ഫീഡ് ചെയ്യപ്പെട്ടു, നമ്മുടെ ഉള്ളിൽ ആ ഒരു കാര്യം വന്നു, ഓക്കെ ഞാൻ ആണാണ് അപ്പോൾ എനിക്ക് കരയാൻ പാടില്ല എന്നുള്ള തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യമേ തന്നെ ഇവർ ഫീഡ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ 2024 കണക്കുകളാണല്ലോ പറഞ്ഞു വരുന്നത്. അതിൽ 82% മെന്നാണ് അല്ലെങ്കിൽ മെയിൽ കമ്മ്യൂണിറ്റി ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഈ ഒരു 82% ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കണക്കുകൾ പറയുന്നത് 30 to 60 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത് എന്നാണ് പറയണത്. 30 to 60, അതായത് നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവേണ്ട അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ നോക്കേണ്ടത് എന്നൊക്കെ പറയപ്പെടുന്ന അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഈ 30കളാണ്. ആ 30കളിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ 30 മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡിന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പറയണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു സമയത്ത് ഒരു ഫൈനാൻഷ്യൽ ഡെപ്റ്റ്, കടങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുടുംബത്തിനെ നോക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജോലിയില്ലാത്ത ഒരു പ്രശ്നങ്ങൾ, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാത്ത പ്രശ്നങ്ങൾ എന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ആൻഡ് അതൊക്കെ നമ്മൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പുറത്ത് ചിരിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു 30 മുതൽ 60 വയസ്സുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. സൈക്കോളജിയിൽ ഇതിനെ ഇമോഷണൽ സപ്രഷൻ എന്നാണ് പറയണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളൊരു ബലൂണ് പോലെയാണ്, നമ്മൾ അതിൽ എത്രത്തോളം എയർ നിറക്കുന്നോ അതിന് താങ്ങാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിൽ കൂടുതലാവുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും എന്നുള്ളതാണ്. ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ സൂയിസൈഡൽ എന്നുള്ള ഒരു തോട്ടിലേക്ക് അത് എത്തും. അതിലേക്ക് താങ്ങാവുന്നതിൽ അധികം പോകുന്ന സമയത്ത് ഓക്കെ ഒരു ഒളിച്ചോട്ടമാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവും, വഴിയെ മനസ്സിലാവും. പക്ഷേ എന്നാൽ പോലും എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത് അല്ലെങ്കിൽ ആദ്യമേ തന്നെ പറയാനായിട്ടുള്ളത്, നിങ്ങൾക്കൊരു വയ്യായിക വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തടസ്സം വരുന്ന സമയത്ത്, നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രക്കായി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒരാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും നിങ്ങളുടെ വീക്ക്നെസ് അല്ല, നിങ്ങളുടെ കഴിവുകേടായിട്ട് അതിനെ കാണരുത്. നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്താണ് നിങ്ങളുടെ ആളുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ സ്ട്രോങ് ആണ് എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് ആ ഒരു ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞേ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഓക്കെ, നമുക്കിനി മനസ്സിനെ കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആളുകൾ സൂയിസൈഡ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണല്ലോ. സൈക്കോളജിസ്റ്റ് ഇതിനെ ടണൽ വിഷൻ എന്നാണ് പറയണത്. അതായത് നമ്മളൊരു ഇരുട്ട് മൂടി ഒരു ടണലിലാണെന്ന് വിചാരിക്കുക. നമ്മൾ ആ ഒരു ടണലിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും എന്ന് പറയുന്നത് ഇരുട്ടാണ്. നമ്മൾ മുന്നോട്ട് നോക്കുന്ന സമയത്ത് ഫുള്ള് ഇരുട്ട് മാത്രമാണ്, നമുക്ക് ഒരു വിഷൻ കാണാൻ പറ്റില്ല, ഒരു പുറത്തേക്ക് കിടക്കാനായിട്ടൊരു വഴിയോ ഒന്നും കാണാനായിട്ട് പറ്റില്ല. ആ ഒരു സമയത്ത്
നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അതൊരിക്കലും ലോജിക്കലായിട്ട് ചിന്തിക്കില്ല. അതെപ്പോഴും ചിന്തിക്കുക ഈ ഒരു പെയിൻ എൻഡ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് അതിന് ഒരുപാട് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സൊല്യൂഷൻ എ ഉണ്ടാവും, സൊല്യൂഷൻ ബി ഉണ്ടാവും, സൊല്യൂഷൻ സി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു ഇരുണ്ട ടണലിൽ നമ്മുടെ മുന്നിൽ ഈ സൊല്യൂഷൻസ് ഒന്നും ആയിരിക്കില്ല കാണുന്നുണ്ടാവുക. നമ്മുടെ മുന്നിൽ നമുക്ക് തോന്നുക, ആ ഒരു സമയത്ത് തോന്നുക ഈ ഒരു പെയിൻ എൻഡ് ആവണം. അത് മാത്രമായിരിക്കും നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് ആ ഒരു സമയത്ത് ഉണ്ടാവുക. അങ്ങനെ അവർ കാണുന്ന ഒരു സൊല്യൂഷനാണ് എൻഡ് ദ പെയിൻ, ഈ വേദന അവസാനിപ്പിക്കുക എന്നുള്ളത്. അല്ലാതെ അവരൊരിക്കലും മരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു തീരുമാനമൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു മുന്നിലുള്ള ഒരു വഴി എന്ന് പറയണത് ഈ പെയിൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമ്മൾ ആരും മനസ്സിലാക്കാതെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടണലുണ്ടല്ലോ, ഈ ടണൽ എന്ന് പറയുന്നത്, ഈ ഒരു ടണൽ അവസ്ഥ, ടണൽ വിഷൻ എന്ന് പറയുന്നത് അത് ടെമ്പററി ആണ് എന്നുള്ളതാണ്. അതൊരിക്കലും നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ മുന്നിൽ ഈ ടണലായിരിക്കില്ല. അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതും കടന്നു പോകും എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡിലൊക്കെ ആ ഒരു സമയത്ത് അത് വരുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എന്നെ കേട്ടിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു തീരുമാനം എടുക്കുക, യു വിൽ ഫൈൻഡ് യുവർ പേർപ്പസ്. നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കുക. വിക്ടർ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു ഫേമസ് സൈക്കാട്രിസ്റ്റിൻ്റെ മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന് ജീവിക്കാനായിട്ട് പറ്റും. അവന് ഒരു വിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവൻ്റെ മീനിങ്, ഒരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവന് ജീവിക്കാനായിട്ട് പറ്റും എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴൊരു വേദന എന്ന് പറയുന്നത് അതൊരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു ടെമ്പററി, ഈ ഒരു ടണൽ മാത്രമാണ്. ഇതിൽ കടന്നിട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയും അതുപോലെ തന്നെ ഒരു ലക്ഷ്യവും കൂടിയാണ് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടാവും, ലൈഫിൻ്റെ എക്ടസി എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ലൈഫിൻ്റെ പരമാനന്ദം, ലൈഫിൻ്റെ മീനിങ്, ലൈഫിൻ്റെ ലക്ഷ്യം എന്നുള്ളതൊക്കെ കണ്ടെത്താനായിട്ട് അതെങ്ങനെ കണ്ടെത്തും, എന്താണ് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടാവും. ലൈഫിൻ്റെ എക്ടസി എന്ന് പറയുന്നത് ഒരു വലിയ കാർ ഉണ്ടാവുക, വലിയ വീടുണ്ടാവുക, അതൊന്നുമല്ല. ലൈഫിൻ്റെ എക്ടസി എന്ന് പറയുന്നത് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സന്തോഷമാണ്. നിങ്ങളുടെ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന കുറേ മൊമെൻറ്റ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീക്കെൻഡ്സൊക്കെ നമ്മൾ കടൽക്കരയിലൊക്കെ പോയിട്ട്, നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ തിരകളിങ്ങനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സ്കൈയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ഒരു പ്യൂർ ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ലൈഫിൻ്റെ എക്ടസി എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചൊരു ആൾ നല്ലത് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ വിൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ ലൈഫിൽ വിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷമാണ് ലൈഫിൻ്റെ എക്ടസി എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ എഴുതുന്നതായിരിക്കാം, നിങ്ങൾക്ക് എവിടെയെങ്കിലേക്ക് ഹൈക്ക് ചെയ്യാനായിട്ട് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. എന്ത് തന്നെ ആവട്ടെ, ആ ഒരു കാര്യം നിങ്ങളിൽ അത്രയും സന്തോഷവും അത്രയും സമാധാനവും ഒരു സംതൃപ്തിയൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയാണ് ലൈഫിൻ്റെ എക്ടസി നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ്. അതാണ് ലൈഫിൻ്റെ എക്ടസി എന്നുള്ളതാണ്. ഈ വീഡിയോ ഞാൻ എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് 3 കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുണ്ട്. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. 3 സത്യങ്ങളാണ്, 3 ഫാക്ട്സ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പെയിൻ ആണ്. അതായത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ സൂയിസൈഡ് ചെയ്യണം, ഞാൻ ഈ ലൈഫ് ഒഴിവാക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പെയിൻ എന്ന് പറയുന്നത്, നമ്മൾക്കുണ്ടാകുന്ന വിഷമം എന്ന് പറയുന്നത്, അത് ഡബിൾ ആക്കിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക്, നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണ്. അവരുടെ ലൈഫിൽ ഒരു ലൈഫ് ലോങ് ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിട്ട് അതെപ്പോഴും അവരെ തന്നെ ഹോൾട്ട് ചെയ്തുകൊണ്ടേ നിൽക്കും എന്നുള്ളത്. നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ഇട്ടേച്ച് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു മുറിവ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും അധികമായിരിക്കും എന്നുള്ളതാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ശരിക്കും അവർക്ക് ഇത്രയും വലിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും വലിയൊരു വേദന ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് പോകണം? ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 5 years റൂളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 5 വർഷം മുന്നേ നിങ്ങൾ ഇതേപോലെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടാവും,
എനിക്ക് ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവും. ആ ഒരു 5 വർഷം മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കൂളായിട്ടാണ് നമ്മളത് സോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതേ 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പീരീഡ് കഴിയുന്ന സമയത്ത്, ഈ ഒരു ടണൽ പീരീഡും കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത്, ആ ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓക്കെ ഞാൻ ഇതും കടന്നിട്ടാണല്ലോ വന്നത്, അന്നും ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ലേ എനിക്കിത് കടന്നു പോകാനായിട്ട് പറ്റില്ല എന്നുള്ളത്. പക്ഷെ എന്ത് കൂളായിട്ടാണ് ഞാനിത് കടന്നു വന്നത്. ഓക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിനുള്ള സ്ട്രെങ്ത് എൻ്റെ ഉള്ളിലുണ്ട്. ആ സ്ട്രെങ്ത് ഇനി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ഇനി വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും എനിക്ക് നേരിടാനുള്ള കരുത്ത്, അല്ലെങ്കിൽ എനിക്ക് നേരിടാനുള്ള സ്ട്രെങ്ത് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉറപ്പിച്ച് വെക്കുക എന്നുള്ളത്. 5 വർഷം കഴിഞ്ഞാൽ ഈ പെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു കുട്ടിക്കഥ പോലെ, ഇങ്ങനെ ഒരു മുത്തശ്ശി കഥ പോലെ ഇങ്ങനെ പറയുന്ന പോലെ, ഓക്കെ ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു തീർത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു തീർത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അത് നമുക്ക് ആ ഒരു സമയത്ത് ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് ഫാക്ട് എന്ന് പറയുന്നത്, ഒരു മൂവി മെറ്റഫറായിട്ട് എടുക്കാം. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സിനിമ പോലെ എടുക്കാം. നിങ്ങളൊരു സിനിമയ്ക്ക് പോവുകയാണ്, ആൻഡ് അതിൽ നിങ്ങളുടെ ഹീറോ എന്ന് പറയുന്ന ആള് ഒരു ഇൻ്റർവെൽ പോർഷനൊക്കെ ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ട് ചാടും, അല്ലെങ്കിൽ ഒരു വലിയൊരു ക്രൈസിസ് നിങ്ങളുടെ മുന്നിലുണ്ടാവും ആ ഒരു ഇൻ്റർവെൽ പോർഷൻ എത്തുന്ന സമയത്ത്. അങ്ങനെയാണല്ലോ പല ഇൻ്റർവെൽ പോർഷൻസും കട്ട് ചെയ്യുന്നത് ആളുകൾ, ഫിലിം മേക്കേഴ്സ് അങ്ങനെയാണല്ലോ കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർവെൽ പോർഷനിൽ നമ്മൾ എപ്പോഴെങ്കിലും മതിയാക്കിയിട്ട് പോയിട്ടുണ്ടോ? അത് അടുത്തത് എന്തെന്ന് കാണാതെ പോകുന്നില്ലല്ലോ. ആ ഒരു ഇൻ്റർവെൽ പോർഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആ ഹീറോ ക്ലൈമാക്സൊക്കെ എത്തുന്ന സമയത്ത് അത് വിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സോർട്ട് ചെയ്യുന്നത്, ആ ഒരു പ്രശ്നം, ആ ഒരു ക്രൈസിസ് സോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കാണാൻ നിൽക്കാറില്ലേ? അതേപോലെ തന്നെ നമ്മളും നമ്മുടെ ലൈഫ് ഈ ഒരു ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത് അത് സോർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ വഴികൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയൊക്കെ നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഇൻ്റർവെല്ലിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകരുത് നമ്മുടെ പല സ്വപ്നങ്ങളും എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഇതേപോലൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ദിശ, മൈത്രി പോലെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ നമ്പേഴ്സ്, സൈക്കോളജിസ്റ്റായിട്ടൊക്കെ സൈക്കാട്രിസ്റ്റായിട്ടൊക്കെ സംസാരിക്കുക, അവരോട് കാര്യങ്ങൾ തുറന്നു പറയുക, നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഗോ ടു പേഴ്സൺ ആയിട്ടുള്ള ഒരാളുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കുക. എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അതൊക്കെ സോർട്ട് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ അതുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മളത് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളിലേക്കൊക്കെ വന്ന് ചാടുന്നതും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളും ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്റ്റേഴ്സ് ഉണ്ടാക്കുന്ന കാര്യം ചിലപ്പോൾ ഒരു മ്യൂസിക് കേൾക്കുക എന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ പോഡ്കാസ്റ്റ് കേൾക്കുക എന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ ഒരു ഡ്രൈവ് പോയി കഴിഞ്ഞാൽ പതിയെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാമാവുന്ന അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണോ നിങ്ങളുടെ ലൈഫിൻ്റെ എക്റ്റസി അത് കണ്ടെത്താനായിട്ട്, അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങളുടെ മുന്നിലുണ്ട്, അത് ജീവിച്ച് തന്നെ തീർക്കുക എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ നിർത്താണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡ്, പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീണ്ടും കാണാം. ബൈ.